ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളെ ഒരിക്കലും നിന്ദിക്കുകയോ പരിഹസിക്കുകയോ അപമാനിക്കുകയോ ചെയ്യരുത്. അവർക്കെതിരായി കള്ളക്കഥകൾ മെനയരുത്. അവർ ചെയ്യുന്ന ശുശ്രൂഷകളെ തടസ്സപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും. ഹെറോദോസ് രാജാവിൻ്റെ ദുരിതം വളരെ വളരെ ഭയാനകമാണ്. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 1 തൊട്ടുള്ള തിരുവചനങ്ങൾ. സുവിശേഷ വേലയിൽ ജ്വലിച്ചിരുന്ന 2 വ്യക്തിത്വങ്ങളാണ് യാക്കോബ് ശ്ലീഹയും പത്രോസ് ശ്ലീഹയും. അവൻ യേശുക്രിസ്തുവിൻ്റെ മാർഗത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അപ്പോസ്തലന്മാരെ വധിക്കുവാനും തടങ്കിലാക്കാനും ശ്രമിച്ചു. വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ഹെറോദോസ്, അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. ഒരു ദൈവദൂതൻ അവനെ അടിച്ച് താഴെയിടുകയും അവൻ അന്ത്യശ്വാസം വലിക്കുകയും അവൻ്റെ ശരീരം പുഴുക്കൾക്ക് ഇരയാവുകയും ചെയ്തു. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത 2 വ്യക്തിത്വങ്ങളെ, വിശുദ്ധ യാക്കോബ് ശ്ലീഹയെ അവൻ വാളിനിരയാക്കി, പത്രോസ് അപ്പോസ്തലനെ തടങ്കിലാക്കി. സഭയിലുള്ള മക്കളെ അവൻ പീഡിപ്പിക്കാൻ തുടങ്ങി. അവൻ്റെ മരണം വളരെ ഭയാനകമായി, പുഴുക്കൾക്ക് ഇരയായി മാറി. സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ, ശുശ്രൂഷകർക്കെതിരെ അപവാദങ്ങൾ പറയാതിരിക്കുക, തിന്മകൾ നിരൂപിക്കാതിരിക്കുക, കള്ളം പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് അവരുടെ പേര് നശിപ്പിക്കാതിരിക്കുക. കുടുംബത്തിൻ്റെ അടിത്തറ ഇളകും. കുടുംബത്തിൽ നിന്ന് തിന്മ വിട്ടുപോകില്ല. ഏതെങ്കിലും സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ അപവാദം പറയുകയോ പരദൂഷണം പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ ശുശ്രൂഷകളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ കൃഷ്ണമണിയാണ് നീ തൊടുന്നത്. അതുകൊണ്ട് അനുദപിക്കുക, പശ്ചാത്തപിക്കുക. കർത്താവ് തെറ്റുപറ്റിപ്പോയി, കരുണ കാണിക്കണമേ. കർത്താവ് ക്ഷമിക്കും. കർത്താവ് സ്നേഹനിധിയും കാരുണ്യവാനുമാണ്. അവിടുന്ന് പാപങ്ങൾ ഓർത്തിരിക്കില്ല. സഹോദരങ്ങളെ, ഒരു വ്യക്തിയെക്കുറിച്ചും അപവാദങ്ങൾ പരദൂഷണം പറയരുത്. പ്രത്യേകിച്ച് സുവിശേഷ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ഒരിക്കലും അപവാദം പറയരുത്. കർത്താവിനോട് മാപ്പ് ചോദിക്കാം. കർത്താവ് തെറ്റുപറ്റിപ്പോയി, കരുണ കാണിക്കണമേ. പശ്ചാത്താപത്തോടു കൂടി നമുക്ക് തിരിച്ചു വരാം. അനുദപിക്കുന്ന പാപിയോർത്ത് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. അവിടുന്ന് അനന്ത സ്നേഹവും അനന്ത കരുണയുമാണ്.